ഹായ്, നമുക്കിന്ന് കർക്കിടക സ്പെഷ്യൽ ഉലുവ കഞ്ഞി അല്ലെങ്കിൽ ഉലുവ പായസം തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് മധുരം ചേർത്തിട്ടും ഉണ്ടാക്കാം, മധുരം ചേർക്കാതെ ഉണ്ടാക്കാം. മധുരം ചേർക്കുമ്പോൾ ഉലുവയുടെ കയ്പൊന്ന് കുറഞ്ഞു കിട്ടും. മരുന്നുണ്ട കഴിക്കുന്നത് പോലെ തന്നെ കർക്കിടകത്തിൽ ഉലുവക്കഞ്ഞി കഴിക്കുന്നതും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് തയ്യാറാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ 1.25 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് 2 കപ്പ് രണ്ടാം പാലും 1 കപ്പ് ഒന്നാം പാലും ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിത് വയ്ക്കാൻ പോകുന്നത് കുക്കറിലാണ്. അപ്പം നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ 1/4 കപ്പ് ഉലുവ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. 6 മണിക്കൂർ കുതിർത്തെടുത്തതാണിത്. വെള്ളത്തിലിട്ട് വയ്ക്കും മുന്നേ ഉലുവ നന്നായിട്ട് കഴുകിയെടുക്കുക. പിന്നെ നമ്മൾ കുതിർന്നു വരാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്ന വെള്ളം കളയരുത്. അത് വെച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഉലുവ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ വേവാനുള്ള വെള്ളവും വെച്ച് കൊടുക്കണം. ഉലുവേക്കാളും കുറച്ചും കൂടെ പൊങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഉലുവ വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് കരിപ്പൊട്ടി പാനി കാച്ചിയെടുക്കാം. 2 ദിവസം മുന്നേ മരുന്നുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരുന്നുകൾക്കൊക്കെ നമ്മൾ കരിപ്പൊട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ 1.25 കപ്പ് കരിപ്പൊട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കരിപ്പൊട്ടിയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം, എന്നിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉലുവയും പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പായസം അരിയാണ് എടുത്തിരിക്കുന്നത്, അതായത് ചുവന്ന അരി. നമുക്ക് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തന്നെ ചേർക്കണമെന്നില്ല, ഞവര അരി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിട്ടാലും മതി. ഞവര അരിക്ക് പക്ഷെ വേവ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഉലുവയുടെ കൂടെ തന്നെ ഇട്ട് വേവിക്കാം. അരി നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലോട്ട് 2 കപ്പ് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാനൊരു 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അരി നന്നായിട്ട് വെന്ത് വരണം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് തുറന്നു വെച്ച് വേവിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടച്ചിട്ട് 2ഓ 3ഓ വിസിൽ വരണ വരെ വേവിച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഞാനിത് കുക്കർ അടച്ചു വെച്ചിട്ടാണ് വേവിച്ചത്. അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ പാനി കാച്ചി വെച്ചിരിക്കുന്ന കരിപ്പൊട്ടി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. തീ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. കരിപ്പൊട്ടി ചേർത്തത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. വലിയവർക്കൊക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മധുരം ചേർക്കാതെ ഉപ്പിട്ട് കുടിച്ചാലും മതി. പക്ഷെ കുഞ്ഞുങ്ങളൊക്കെ കുടിക്കണമെങ്കിൽ മധുരം ചേർക്കണം. അപ്പോൾ കരിപ്പൊട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കരയും ചേർക്കാം. എന്നിട്ട് തിള വരുമ്പോൾ ഓഫ് ചെയ്യാം. കൂടുതൽ തിളപ്പിക്കണ്ട ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ 5 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്തിട്ട് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളി ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പായസത്തിലോട്ട് ചേർക്കാം. അതിന് മുന്നേ 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകം പൊടിച്ചത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അരി വേവിക്കുന്ന സമയത്ത് 1/4 ടീസ്പൂണോളം നല്ല ജീരകം അരിയുടെ കൂടെ ഇട്ട് വേവിച്ചാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് നെയ്യും ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. 2 നുള്ളു ഉപ്പും കൂടി ചേർക്കാം. അപ്പം നമ്മുടെ ഉലുവ കഞ്ഞി അല്ലെങ്കിൽ ഉലുവ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സർവിങ് ബൗളിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റാണിത്. ഇപ്പോൾ മധുരം വേണ്ടാന്നുള്ളവർക്ക് മധുരം ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ കുടിക്കാൻ പറ്റിയ നല്ലൊരു കഞ്ഞിയാണിത്. അപ്പോൾ കർക്കിടക മാസം തീരുന്ന വരെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി കുടിക്കുക. അതുപോലെ തന്നെ മരുന്നുണ്ടെങ്കിൽ കഴിക്കുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.